നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. വൈതരണി കൽക്കരിപ്പാടം തിരിച്ചുപിടിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സമുദായ സൗഹാർദ്ദത്തിൽ ഊറ്റം കൊള്ളുന്നവർക്ക് സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ക്നാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാനം കൂദാശ ചെയ്തു. കൂദാശ ചടങ്ങിന് 10,000 എത്തി. റാന്നി തോട്ടമൺകാവ് ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. വാർത്തകളിലേക്ക് വിശദമായി. വൈതരണി കൽക്കരിപ്പാടം തിരിച്ചുപിടിക്കാനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം തുടരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ഇക്കാര്യത്തിനായി 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നീങ്ങും. കൽക്കരിപ്പാടം നഷ്ടമാകാതിരിക്കാൻ LDF സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. എങ്ങനെയാണ് കിട്ടണം, എവിടെ അത് കൊടുക്കാൻ ഞങ്ങൾ NDPC മറ്റവരൊക്കെ ആലോചിച്ച് കേരളത്തിൽ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. വെളിയിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ NDPC കൊന്നുണ്ട്, അവരെടുത്താൽ അവരത് ഈ ഗാഡ്ഗിൽ ഫോർമുല അനുസരിച്ച് കൊടുക്കണം. അപ്പം നമ്മളെ കോണ്ടം കുറയും. ഇതാണ് സംഭവം. ഏതായാലും ഞങ്ങൾ വീണ്ടും അത് ടേക്കപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ 3 സംസ്ഥാനം യോജിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളിതിന് മുമ്പും ആവശ്യപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഈ കാര്യം പോയിന്റ് ഔട്ട് ചെയ്തതാണ്. അന്ധമായ പരിസ്ഥിതി സ്നേഹം വികസനത്തിന് തടസ്സമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ പറഞ്ഞു. ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് സമൂഹം തയ്യാറാകണമെന്നും കേന്ദ്ര സഹമന്ത്രി കൂട്ടിച്ചേർത്തു. Political awareness of the importance of development, job creation, investment and all the other. വാർത്തകൾ തുടരുന്നു ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. സമുദായ സൗഹാർദ്ദത്തിൽ ഊറ്റം കൊള്ളുന്ന നമുക്ക് തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മതമൈത്രി എന്നത് ഭാരത സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഇതേതെങ്കിലും നിയമം മൂലം ഉണ്ടായതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മതമൈത്രിയിൽ കഴിയുന്ന സമൂഹത്തിൽ അഭികാമ്യമല്ലാത്ത പ്രവണതകൾ ഉയർന്നു വരുന്നത് കാണാതിരുന്നുകൂടാ എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ക്നാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാന മന്ദിരത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ക്നാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാനം കൂദാശ ചെയ്തു. ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൂദാശ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്നാനായ അധിപദ്രാസനം റാന്നി മേഖല ആസ്ഥാനം കൂദാശ ചെയ്തു. 10,000 പങ്കെടുത്ത ഭക്തിനിർഭര ചടങ്ങിലായിരുന്നു കൂദാശ.
ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേരിയസ് വലിയ മെത്രാപ്പൊലീത്ത, കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത, കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൂദാശ ചടങ്ങുകൾ. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേരിയസ് വലിയ മെത്രാപ്പൊലീത്ത ആസ്ഥാന മന്ദിരം റാന്നി മേഖലയ്ക്ക് സമർപ്പിച്ചു. പരിശുദ്ധ ഇഗ്നാത്യോസ് സഖ പ്രഥമൻ പാത്രിയാർക്കീസ് ബാവയുടെ കൽപ്പന വലിയ മെത്രാപ്പൊലീത്ത റാന്നി മേഖലയ്ക്ക് കൈമാറി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിന്റെ വളർച്ചയിൽ ഉയർച്ചയിൽ സമൂഹത്തോട് പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് ഇണങ്ങിച്ചേർന്ന് മുമ്പോട്ടുള്ള പുരോഗതിയുടെ പാതയിലൂടെ മുമ്പോട്ടുള്ള വളർച്ചയിൽ സന്തോഷത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. നാനായ സമുദായം കാട്ടുന്ന ഒരുമയും സമുദായത്തിന്റെ വിശ്വാസത്തിലും സമുദായത്തിന്റെ പുരോഗതിയിലും കാണിക്കുന്ന ജാഗ്രതയിലും ഞാൻ പലപ്പോഴും അഭിമാനം കൊണ്ടിട്ടുണ്ട്. വർഷം തോറും നിങ്ങൾ നടത്തുന്ന കൂട്ടായ്മ അത് ഒരത്ഭുതം എന്ന് തന്നെ പറയാൻ സാധിക്കത്തക്ക വിധത്തിൽ അത്ര അച്ചടക്കത്തോടെ വിജയകരമായി നടത്തുന്നത്. ആ കൂട്ടായ്മകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് എനിക്ക് നോക്കിക്കാണാൻ സാധിച്ചു. നാനായ സമുദായത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഈ അവസരത്തിൽ നേടി. ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേരിയസ് വലിയ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഈ ജ്ഞാനായ അധിപതിരാസനത്തിന്റെ റാന്നി മേഖല ആസ്ഥാന മന്ദിരം ഇന്ന് കൂദാശ ചെയ്യുവാൻ തക്കവണ്ണം പണിതുയർത്തുന്നതിന് വാസ്തവത്തില് മുഴുവനായ നേതൃത്വവും ജ്ഞാനായ സമുദായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും വൈദിക ശ്രേഷ്ഠരോടും റാന്നിയിലെ എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തോടും ചേർന്ന് അഭിനയ ഇവാനിയോസ് കുര്യാക്കോസ് തിരുമനസിന്റെ വലിയ വലിയ പരിശ്രമം എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ച് മോർ ഇവാനിയോസ് തിരുമനസിനെ നമുക്ക് അഭിനന്ദിക്കാം. എല്ലാ ഭാവുകങ്ങളും നേരാം. കർദിനാൾ ബെസിലിയോസ് മാർ ക്ലെമിസ് കാതോലിക്ക ബാബ സമുദായത്തിന്റെ ആയിട്ട് നൽകുന്നത്. എല്ലാവരും നല്ല ഒരു ക്ലാപ്പ് കൊടുത്ത് സന്തോഷത്തോടുകൂടെ ആ വിവരം അറിയിക്കും. ജ്ഞാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ പള്ളിയും ഈ പ്രദേശവും ഹൃദയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. ഭാഗ്യസ്മരണാർഹനും നമ്മുടെ ഏവരുടെയും മനം കവർന്നവനുമായ കുബർണിത്തി ഹാക്കിമോ സഭയുടെ വലിയ കപ്പിത്താൻ എബ്രഹാം മാർ ക്ലീമീസ് വലിയ തിരുമേനിയുടെയും ആദരണീയനായ ജനപ്രതിനിധി ശ്രീ വയലായിടുക്കളുടെയും സമുദായത്തിലെ അനേക കുടുംബങ്ങളുടെയും സഭാ പൊതുജന ശുശ്രൂഷ കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നാട്ടിൽ ജ്ഞാനായ സമുദായത്തിന്റെ
ഈ മേഖലയുടെ ഒരു ആസ്ഥാന കാര്യാലയം ഇവിടെ ഖുദാശ ചെയ്യപ്പെട്ടു എന്നതിലും മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, മറിവാനിയോസ് തിരുമനസ്സുകൊണ്ട് ഇവിടെ താമസിച്ച് അജപാലന ശുശ്രൂഷ നടത്തുന്നു എന്നതും നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന അനുഭവമാണ്. ധനമന്ത്രി കെ.എം. മാണി ഈ ആസ്ഥാന മന്ദിരം വളരെ മനോഹരമായി പണിതീർത്തു കഴിഞ്ഞു. കേറി കണ്ടില്ല, കേറി കാണാത്തത് കണ്ടതിനേക്കാൾ സൗഹൃദമാണ്, സുന്ദരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ വിധവയുടെ കൊച്ചു കാശ് പോലും സമാഹരിച്ചുകൊണ്ട് ഒരു വലിയ മന്ദിരം, റാന്നിയുടെ ആസ്ഥാനത്തിന് പറ്റിയ രീതിയിൽ പ്രൗഢഗംഭീരമായ ഒരു മന്ദിരം, എന്നാൽ വളരെ ലളിതമായി ഇവിടെ നിർമ്മിക്കുവാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. ക്നാനായ സമുദായം വളരെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ്, ഒരു സമൂഹമാണ്. എല്ലാവർക്കും അറിയാം, അതിവേഗം വളരുന്ന സഭയാണ്. ലോകമാകെ പടർന്നു കിടക്കുന്ന ഒരു സമൂഹം ഏതെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ക്നാനായ സമൂഹമാണ്. എത്ര അഭിമാനമുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. വാസ്തവ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള സഭയാണ് ക്നാനായ സഭ എന്ന് ഞാൻ പറയട്ടെ. AD 342 മുതൽ ക്നാനായ സമുദായത്തിന്റെ ആ ദൃഢമായ വിശ്വാസം, ക്നായിത്വത്തിന്റെ ദൃഢമായ വിശ്വാസം പോലെ കാനായി, നിങ്ങൾക്കറിയാം, കാനായിലാണ് യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. കാനായില, അവിടെയാണ് വെള്ളം വീഞ്ഞാക്കിയത്, അവിടെയാണ് ഭടന്റെ പുത്രൻ മരിച്ചപ്പോൾ പുത്രനെ മരിച്ചയാളിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് അവിടെ വെച്ച. അപ്പോൾ ആ സമൂഹം കാനായി എന്ന് പറയുന്നത് അവിടുത്തെ ജനവിഭാഗം, യേശുവിനെ കണ്ട് യേശുവിൽ വളർന്ന ആ വിഭാഗം, ആ പ്രദേശം, അവിടെ നിന്ന് കുടിയേറിയ ക്നായിത്വമിന്റെ ആ കുടുംബങ്ങളിലെ സന്താന പരമ്പര, അവര് ഇങ്ങനെ കൈമാറുന്ന മുഴുവൻ വിശ്വാസമാണ്. ആ വിശ്വാസം പാറമേൽ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്മേലാണ് ഈ സഭയെ പണിതിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആ വിശ്വാസം കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ആന്റോ ആന്റണി MP, രാജു അബ്രഹാം MLA, ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ, തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PS നായർ തുടങ്ങി ഇതര സഭാ മേലധ്യക്ഷന്മാർ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പൊതുചടങ്ങുകളിൽ പങ്കെടുത്തു. ഒരിക്കൽ കൂടെ ഈ റാന്നിയിലെ സമുദായത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരില്, റാന്നിയിലെ എല്ലാ ആൾക്കാരുടെയും, ഈ ദേശനിവാസികളുടെയും പേരില് റാന്നിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാണ്. ഈ ആസ്ഥാന കേന്ദ്രം ഒരു അനുഗ്രഹമാണ്. ഇത് പ്രാർത്ഥനയുടെ ശബ്ദം, പ്രാർത്ഥനയുടെ വലിയ അനുഭവമായി തീരുവാൻ തക്കോണം ഈ കേന്ദ്രം ആയി തീരുവാൻ തക്കോണം, ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തോടൊപ്പം റാന്നി താലൂക്കും അനുവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കുണ്ട്. വയലാച്ചായൻ്റെ വലിയ സ്വപ്നം പൂവണിയുകയായിരുന്നു. റാന്നി വളരെയധികം പാരമ്പര്യമുള്ള പ്രദേശമാണ്. റാന്നിയുടെ വലിയ പള്ളി ഏവർക്കും അറിയാം. നാനായ സമുദായങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്. ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വർഷം തോറുമുള്ള സമ്മേളനങ്ങൾ ആ കൂട്ടായ്മയുടെ വലിയ ഉദാഹരണമായി നിലകൊള്ളും. ലോകത്തെവിടെയാണെങ്കിലും ഗ്രാനായ സമുദായങ്ങൾ തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ സമുദായത്തിൽ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. സിറ്റി ന്യൂസ് റാന്നി. MG യൂണിവേഴ്സിറ്റി നടത്തിയ M.Com പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ റാന്നി സ്വദേശിനി വിദ്യാർത്ഥി റോണി ജെയിൻ രാജുവിനെ റാന്നി അനുമോദനം നൽകി ആദരിച്ചു. റാന്നി അഞ്ചാനി സെന്റ് ജോർജ് പള്ളിയിൽ ചേർന്ന അനുമോദന യോഗം രാജു എബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇടവകയും വിവിധ സംഘടനകളും ഏർപ്പെടുത്തിയ ഉപഹാരം റോണി ജെയിൻ രാജുവിനെ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി രാജീവ്, വടശ്ശേരിക്കര പഞ്ചായത്ത് അംഗം ഭദ്രൻ കള്ളക്കൽ, ഗ്രാനായ കോൺഗ്രസ് റാന്നി മേഖലാ സെക്രട്ടറി ജെയ്മോൻ മേപ്രത്, ട്രസ്റ്റി KT സ്റ്റീഫൻ, ജോസഫ് കുട്ടി, ബാബു, തങ്കച്ചൻ, മോളിക്കുട്ടി, ലാലച്ചൻ തുടങ്ങിയവർ റോണിയെ അനുമോദിച്ചു. നേട്ടം കൈവരിച്ചിരിക്കുന്ന സന്തോഷകരമായ സന്ദർഭത്തിലൂടെയാണ് കടന്നുപോകുന്നത്. റാന്നി പ്രദേശത്തിനാകെ ഇതൊരു വലിയ നേട്ടമാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട്
ജീവിതത്തിൽ അപൂർവമായിട്ടുള്ള വലിയൊരു നേട്ടത്തിന്റെ ഉടമയായി നമ്മുടെ പ്രിയപ്പെട്ട മകൾ മാറിയിരിക്കുകയാണ്. ഇത്തരം ചടങ്ങുകൾ നമ്മുടെ ഈ വേദിയുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറണം. അടുത്ത വർഷം തങ്ങളായിരിക്കണം ഈ പള്ളിയുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ ഇപ്പോൾ രോഗിയിരിക്കുന്ന ഈ സീറ്റിൽ ഇരിക്കേണ്ടത് എന്ന ആ ഒരു ആവേശം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാൻ ഈ ചടങ്ങ് തീർച്ചയായിട്ടും സഹായിക്കും. നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം തനിക്ക് കൊടുത്തിരിക്കുന്ന കഴിവ് വളരെ അധികം പ്രയോജനപ്പെടുത്തി തന്റെ കഴിവ് കഠിനാധ്വാനത്തിന്റെയും വളരെ പ്രയത്നത്തിന്റെയും ഫലമായിട്ടാണ് റോണി ഇന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ സ്കൂളിലോ കോളേജിലോ മാത്രമല്ല യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ 1ാം റാങ്ക് നേടി നമ്മുടെ മുമ്പിൽ നിന്നിരിക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിനും റാന്നിക്കും അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനായ സമുദായത്തിനും വളരെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് റോണി എന്ന് പറയുന്നത്. യാതൊരു സംശയമില്ല. കാരണം എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട്. എൻ്റെ ഡിവിഷനിൽ തന്നെയാണ് റോണി താമസിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. അത് ആത്മീയ കാര്യത്തിലായിരുന്നാലും അതുപോലെ തന്നെ സമുദായത്തിലെ എല്ലാ കാര്യങ്ങളിലാണ് മുൻപന്തിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു റോണി എന്നത് യാതൊരു സംശയമില്ല. റോണി ഇങ്ങനെ ഒരു സമ്മാനത്തിന് അർഹരായതിന് പിന്നിൽ അനേക ആൾക്കാരുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അതിനൊക്കെ നമുക്കറിയാം. പ്രിയരാഴ്ചന്റെയും പ്രധാന്റെയും ഒക്കെയും വളരെ പ്രയത്നം. അവരാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ വളരെ മുൻപന്തിയിൽ സമുദായത്തിന്റെയും ഇടവകയുടെയും കാര്യങ്ങളൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ദൈവം അവർക്ക് കൊടുത്ത ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ഈ അനുമോദന ചടങ്ങ്, അതുപോലെ ഈ റാങ്ക് എന്നതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ ഇവിടെ നടന്ന പല ചടങ്ങുകളിൽ ഇതിനു മുമ്പ് ഈ KSAയുടെ ഒക്കെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സ്വാഗതം പ്രാസംഗികനായ ശ്രീ ജോസഫ് കുട്ടി പറഞ്ഞു. തീർച്ചയായും അതൊന്നും കൂടുതലല്ല. അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ പിതാവ് ചിറ്റേട്ട ഡോക്ടർ CK അമോൻ റാന്നിയിലുള്ള പൊതുപ്രവർത്തനത്തെക്കാൾ ഉപരി ഞാൻ ഓർക്കുന്ന നിരവധി ഐതല പള്ളിയിലൊക്കെ നിരവധി നാടകങ്ങൾക്കും കലാപരിപാടികൾക്കും നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രമുഖ വ്യക്തിയാണ്. ആ കാലഘട്ടങ്ങളിൽ ബംഗ്ലാദേശിലൊക്കെ യുദ്ധം ഉണ്ടായപ്പോൾ റാന്നി ടൗണിൽ അതിനുവേണ്ടി അഭയാർത്ഥി ക്യാമ്പുകൾ നടത്തുന്ന പോലെ തന്നെ ഒരു ഫാൻസി ഡ്രസ് എന്ന് പറയാമോ അതൊക്കെ നടത്തപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരുടെ സന്തോഷം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് പങ്കു ചേരുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ നടപടിയെ സംബന്ധിച്ചിടത്തോളം രോഹിണി രാജുവിന്റെ വലിയ സന്തോഷത്തില് ആ കുടുംബത്തിൽ ലഭിച്ചതായ വലിയ സന്തോഷത്തില് അഞ്ചാരി ഇടവക മുഴുവനും പങ്കുചേർന്ന് ആ സന്തോഷം പങ്കുവെക്കുന്നതായ ആ വലിയ എല്ലാവിധമായ ദൈവീകമായ അനുഗ്രഹങ്ങളും തന്റെ ശ്രീമണ്ഡലത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ രോഹിണി രാജുവിന്റെ മാതാപിതാക്കന്മാരെ പ്രത്യേകം ഓർക്കുന്നു. റാന്നി തോട്ടമൺകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിൽ ഭക്തി നിർഭരമായ തുടക്കമായി. ഇന്നലെ വൈകിട്ട് ചേർന്ന ചടങ്ങിൽ തിരുവിതാംകൂർ വികസന സമിതി ചെയർമാൻ PS നായർ നവാഹ യജ്ഞത്തിന് ഭദ്രദീപം പകർന്നു. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK രാഘവൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി NG ഗംഗാധരൻ നായർ, ട്രഷറർ K ബാലചന്ദ്രൻ നായർ, ഭരണസമിതി അംഗങ്ങളായ രവി കുന്നക്കാട്, PV സദാശിവൻ പിള്ള, KM തങ്കപ്പൻ പിള്ള, വിക്രമൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ശിരുവള്ളി കേശവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്ര മേൽശാന്തി മുണ്ടക്കൽ മഠം ചെറുകോൽ അജിത് പോറ്റി നവാഹ യജ്ഞത്തെ ചടങ്ങിന് നേതൃത്വം നൽകി. നമ്മുടെ കുട്ടികൾ വളർന്നു വലുതാവുന്നുണ്ട്, അവരൊക്കെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആകുന്നുണ്ട്, അത്യാവശ്യം പണസമ്പാദനത്തിന് അവരിന്ന് മികവ് കാട്ടുന്നുണ്ട്. നമ്മുടെ എത്ര
പേര് അറിയിക്കുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ എത്ര പേർ നമ്മുടെ സഹോദരങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ട്? നമ്മൾ എത്ര പേർ നമ്മുടെ സമൂഹത്തോട് കടപ്പാടുള്ളവരാണ്? നമ്മൾ എത്ര പേർ നമ്മുടെ കുട്ടികളെ പോലെ മറ്റു കുട്ടികളും വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? ഇത്രയൊക്കെ നമ്മൾ ആലോചിച്ചാൽ അതിന് നാം കൂട്ടുനിന്നാൽ നമുക്ക് ജീവിതത്തിൽ തീർച്ചയായും സന്തോഷമേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്റെ അനുഭവം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയാതെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ഗ്രാമീണ മേഖലയിൽ ഇതിനേക്കാൾ കഷ്ടമായ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഇന്ന് നാടിന്റെ നാനാഭാഗത്തും ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതിനും പ്രാപ്തരാക്കി എന്നെ വാർത്തെടുത്ത് എന്റെ മാതാപിതാക്കളോടുള്ള കടപ്പാടാണ് ഞാൻ തിരികെ എന്റെ ഗ്രാമത്തിലേക്ക് വരാൻ എന്നെ പ്രചോദനം നൽകി. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കുര്യാക്കോസ് ഉണ്ണേട്ടന്റെ കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിന് റാന്നിയിൽ തുടക്കമായി. റാന്നി സെന്റ് തോമസ് കോളേജിൽ സ്വിച്ച് ഓൺ നടന്നു. രാജു എബ്രഹാം MLA സ്വിച്ച് ഓൺ നടത്തി. സംവിധായകൻ ശിവപ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റാന്നി സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കുര്യാക്കോസ് ഉണ്ണേട്ടന്റെ കലാലയ സ്മരണകൾ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരമാണ് റാന്നിയിൽ നടക്കുന്നത്. റാന്നി സെന്റ് തോമസ് കോളേജ്, പമ്പാ നദി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം. ലൊക്കേഷന് പിന്നെ പമ്പയാറും മെയിനായിട്ടും കോളേജ് തന്നെയാണ്. കോളേജ് ക്യാമ്പസും പമ്പയാറും. ചിത്രീകരണം പൂർത്തിയാക്കുന്ന ആൽബം കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് കുര്യാക്കോസ് പറഞ്ഞു. ഇത് മെയിനായിട്ടും ചിത്രീകരിക്കുന്നത് പിന്നെ ഒരു ഫ്ലാഷ് ബാക്കും പിന്നെ ഇപ്പോഴത്തെ പ്രസൻറ്റും കാണിക്കുന്നത്. ശരി. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണുമോ? പൂർവ്വ വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും ആൽബത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കോളേജിൽ നടന്ന ഷൂട്ടിംഗ് ചടങ്ങ് സംവിധായകൻ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. എങ്കിലും ഇത്രയും ഹൃദയാന്തരകമായ ആ കവിത വിഷ്വലൈസ് ചെയ്യുന്നു. അത് എൻ്റെ പുത്രസമാനനോ അല്ലെങ്കിൽ സഹോദര സമാനനോ ഒക്കെ ആയിട്ടുള്ള സുനിൽ സ്കറിയാൻ മാത്യുവാണ് അദ്ദേഹം ആണ് ചെയ്യുന്നത്. അതിന് കൂടുതലെല്ലാം തന്നെ വളരെ മികച്ച സാങ്കേതിക വിദഗ്ധരും എല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രാജു എബ്രഹാം MLA സ്വിച്ച് ഓൺ നടത്തി. തീർച്ചയായിട്ടും കലാലയ ഓർമ്മകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഓർമ്മകളാണ്. ഒരു വട്ടം കൂടിയ ഓർമ്മതൻ തീരത്ത് തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നൊരു പാട്ട് എല്ലാ ഹൃദയങ്ങളെയും സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും തങ്ങൾ പഠിച്ച വിദ്യാലയങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു സിനിമാ ഗാനമാണ്. പക്ഷെ കുര്യാക്കോസിന് ഇത്രയും പ്രതിഭയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം നല്ലൊരു ചെയർമാനായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കവിതയുടെ അംശം അദ്ദേഹത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ടീച്ചറിനെ കണ്ടപ്പോൾ ടീച്ചർ അത് പറഞ്ഞിട്ടില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം B. കുര്യാക്കോസ്, ഫാദർ ഡോക്ടർ ബെൻസി മാത്യു, പൂർവ്വ വിദ്യാർത്ഥിയും പഞ്ചായത്ത് അംഗവുമായ PV അനോജ് കുമാർ, പ്രൊഫസർ പ്രസാദ് കോയിക്കൽ തുടങ്ങിയവർ ആശംസ പറഞ്ഞു. കോളേജിന്റെ അലുമിനിയായിരിക്കുന്ന ഷാജിനെ വിളിക്കുന്ന കുര്യാക്കോസ് ഉണ്ണേട്ടൻ തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഒരു കവിത കോളേജിൻ്റെ ജൂബിലി വർഷമായ ജൂബിലി ആഘോഷങ്ങൾക്ക് വേണ്ടി കോളേജിൽ സമർപ്പിക്കുന്ന ഒരു രംഗമാണിത്. അതിൻ്റെ റെക്കോർഡിങ് ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്തിൻ്റെ ഭാവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കൂടുതൽ ഈ പ്രശ്നത്തിന് എല്ലാ നന്മകളും ഭാവങ്ങളും നേരിടും. 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. എനിക്ക് വന്നപ്പോഴാണ് വ്യത്യസ്തമായ ക്ലാസ്സുകളുണ്ടായിരുന്നത്. എന്തായാലും കുര്യാക്കോസ് ഇങ്ങനെ ഒരു
സംരംഭത്തിന് അല്ലെങ്കിൽ ഒരു കവിതയ്ക്ക് രൂപം കൊടുത്തത് ഈ വിശാലമായ കോളേജിൻ്റെ ഈ ജൂബിലി ആഘോഷ വേളയിൽ അത് അവതരിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള അദ്ദേഹത്തിന് ഏറ്റവും കാരണം എനിക്ക് കുര്യാക്കോസിനെ കുറിച്ച് പറയാനുള്ളത് ഈവൻ കോളേജ് വിട്ടുപോയി അവിടെ പോയതിനു ശേഷം ജോലി സ്ഥലത്തുനിന്ന് പലപ്പോഴും അദ്ദേഹം എന്നെ വ്യക്തിപരമായി വിളിക്കുമ്പോൾ അത്രയും അടുപ്പം പിന്നീട് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ പിന്നെ അടുപ്പം ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥി ചിത്രീകരണത്തിന് മുൻപ് കുര്യാക്കോസ് ഉണ്ണിട്ടൻ തന്റെ കലാലയ സ്മരണയുടെ ഏതാനും വരികൾ ഹൃദ്യമാക്കി. പുനർജന്മമെന്നത് സത്യമായി തീരും നാടിനായി പ്രണയാക്ഷരങ്ങളുടെ കോലം വരച്ച നിൻ തിരുമുറ്റമൊന്നതിൽ ഒന്നുചേരാൻ അരുണാണ് ഛായാഗ്രാഹകൻ. സുനിൽ സ്കറിയ സംവിധായകനാണ്. പുനവൂർ സജീവ്, സിറ്റി ന്യൂസ്, റാന്നി. ഇടവേള. യാത്രകൾ ഏതുമാകട്ടെ അനുഭവിച്ചറിയൂ വിൽസൺ ട്രാവൽസിന്റെ മേന്മ. വിവാഹ വിനോദ തീർത്ഥയാത്രകൾക്ക് 50 സീറ്റോടുകൂടിയ ലക്ഷറി DVD കോച്ചും 14 സീറ്റുകളോടുകൂടിയ AC ലക്ഷറി DVD കോച്ചുകളും നിങ്ങളുടെ സൗകര്യാർത്ഥം വാടകയ്ക്ക്. വിൽസൺ ട്രാവൽസ്, എ പെർഫെക്റ്റ് ട്രാവൽ ഗൈഡ്. Contact 04735 225 9447 000 237 9470 21253 94472 65819. വിൽസൺ ട്രാവൽസ്. വാർത്തകൾ തുടരുന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയുടെ 27ാമത് വലിയ പെരുന്നാളിന് തുടക്കമായി. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വികാരി ഫാദർ പ്രസാദ് കുരുവിള കോവൂർ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സാത്താനെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചതിന്റെ അടയാളമാകുന്നു. അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വർദ്ധിച്ച സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപവിഷബാധയേറ്റവരായ ഞങ്ങൾ നിങ്കലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി ഉയർത്തുന്നു. നിന്റെ ആത്യന്തിക വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരുമെന്ന് ജ്ഞാനിയായ ശലോമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലീഹ ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആരുടെ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടി ഉയർത്തുന്നു. അറുപത്തിനാലാമത് WME കരിമ്പ്ലാവ് ദേശീയ കൺവെൻഷന് ജനുവരി 7-ന് തുടക്കമാകും. 7 ദിന കൺവെൻഷന് ഒരുക്കങ്ങളിൽ തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു. 101 അംഗ സ്വാഗത സംഘവും പ്രവർത്തനം ആരംഭിച്ചു. 18ാമത് മാടമൺ ശ്രീനാരായണ കൺവെൻഷൻ ഫെബ്രുവരി 7 മുതൽ 10 വരെ തീയതികളിലായി നടക്കും. ഇതിനായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ സ്വാമി, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. തീർത്ഥാടക പ്രവാഹം വർദ്ധിച്ചതോടെ എരുമേലിയിൽ സുരക്ഷ ശക്തമാക്കി. കൂടുതൽ നിരീക്ഷണ ക്യാമറകളും ഏർപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. ഒരു ഇടവേള കൂടി. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ നിയർ വലിയപാലം, റാന്നി. വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഓഫർ. വിൽസൺ ദി പ്രൊഫഷണൽ ഡിജിറ്റൽ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. 19ാമത് അയിരൂർ ശ്രീനാരായണ കൺവെൻഷൻ ഡിസംബർ 23 മുതൽ 26 വരെ നടക്കും. 23-ന് ആന്റോ ആന്റണി MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. രാജു എബ്രഹാം MLA മുഖ്യപ്രഭാഷണം നടത്തും. 24-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. കൺവെൻഷന്റെ 3-ാം ദിവസമായ ഡിസംബർ 25-ന് ശ്രീനാരായണ പ്രബോധനവും ധ്യാനവും മഹാസർവേശ്വര്യ പൂജയും നടക്കും. ഡിസംബർ 26-ന് നടക്കുന്ന സമാപന സമ്മേളനം ശിവഗിരി മഠത്തിലെ ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്യും. സതീഷ് കളിരൂർ മുഖ്യപ്രഭാഷണം നടത്തും.
നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തി ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ എംപിമാരുടെ സംഘം പദ്ധതി പ്രദേശം സന്ദർശിക്കുമെന്ന് ആറന്മുള പൈതൃക ഗ്രാമം കർമ്മസമിതി അറിയിച്ചു. 66ാമത് റാന്നി ഹിന്ദു മഹാസമ്മേളനത്തിന് ഫെബ്രുവരി 17 തുടക്കമാകും. സമ്മേളനം ഫെബ്രുവരി 24 വരെ പമ്പ മണപ്പുറത്തെ ശ്രീ ധർമ്മശാസ്ത്ര നഗറിൽ നടക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ 8 ദിന സമ്മേളനങ്ങളുടെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈതരണി കൽക്കരിപ്പാടം തിരിച്ചുപിടിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി വരികയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. സമുദായ സൗഹാർദ്ദത്തിൽ ഊറ്റം കൊള്ളുന്നവർക്ക് സാമൂഹ്യ തിന്മകൾക്കെതിരെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ക്നാനായ അധിപതിരാസനം റാന്നി മേഖല ആസ്ഥാനം കൂദാശ ചെയ്തു. കൂദാശ ചടങ്ങിന് 10,000 എത്തി. റാന്നി തോട്ടമൺകാവ് ദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.